അന്യമതം എന്നൊരു മതമില്ല. ഒരു വിദ്വേഷം എന്താണ് വിദ്വേഷം? അന്യമതം എന്നൊരു മതമില്ല. മറ്റെല്ലാ മതസ്ഥൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഏതെങ്കിലും മതം തെറ്റാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു മതത്തെ മതം മാറ്റണം ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മതമാണ് കേമമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്. എല്ലാ മതസ്ഥർക്കും തുല്യ നീതി കിട്ടിയിരിക്കണം, തുല്യമായ അവസരം കിട്ടിയിരിക്കണം. ഒരു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാം മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം, അല്ലാതെ ഭീകരവാദിയെ അംഗീകരിക്കുക എന്നുള്ളതല്ല. ക്രിസ്തു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം, മതം മാറ്റത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല. അത് ഇപ്പം എൻ്റെ സ്വന്തം കുട്ടിയാണെങ്കിൽ പോലും ഞാൻ സ്നേഹിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ എതിർത്തിരിക്കും. അത് സ്നേഹം കൊണ്ടാണ്. ഹൈന്ദവ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് തീവ്രവാദം നടത്തുന്നവരില്ലേ? എപ്പോഴെങ്കിലും അത് തള്ളി പറയാം? കണ്ടേക്കാം, ഇല്ല തള്ളി പറയാലോ. തീർച്ചയായിട്ടും ഹിന്ദു ഭീകരവാദമോ അല്ലെങ്കിൽ അക്രമമോ ഒന്നും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. കാരണം ഒരു ഗോഡ്സെ എന്നൊരു വ്യക്തി രാഷ്ട്രത്തിന് ചെയ്തിട്ടുള്ള തെറ്റ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിച്ച പോലെ വേറെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം ഹിന്ദു മഹാസഭ എന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് തീവ്രത പോരാ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് ഹിന്ദു മഹാസഭ. എന്ത് സംഭവിച്ചു? ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ആ സംഘടന വളർന്നു. രാഷ്ട്രത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഹൈന്ദവ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഗോഡ്സെ ജയന്തി ആഘോഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന സംഘപരിവാർ ഒരു സംഘപരിവാറിലും അതിനൊന്ന് തള്ളി പറഞ്ഞു. തീർച്ചയായും സംഘപരിവാറിനകത്ത് ഒരാളും ഗോഡ്സെ ജയന്തി ഒന്നാമത് എന്നാന്ന് എനിക്ക് പോലും അറിയാൻ വയ്യട്ടോ. അങ്ങനെ എന്നാ ജനിച്ചതെന്ന് ഞാൻ സംഘപരിവാർ അല്ല എന്ന് പറയില്ലല്ലോ അല്ലേ. ഗാന്ധിജിയെ കൊന്ന ഡേറ്റ് മാത്രമേ എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാവുന്നുള്ളൂ. അദ്ദേഹം ജനിച്ചത് എന്നാണോ തൂക്കി കൊന്നതും അത് ട്വിറ്റർ നോക്കിയാൽ കാരണം അദ്ദേഹത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഇവിടെ എതിരാളികളാണ്. കാരണം അവർക്ക് സംഘപരിവാറിനെ അടിക്കാൻ വേണ്ടി ഗോഡ്സെ ഞാനൊന്നേ പറഞ്ഞപ്പോൾ അമേരിക്കയിലെ കെന്നഡി കൊല ചെയ്യപ്പെട്ടതാ അല്ലേ. കെന്നഡിയെ കൊന്നത് ആരെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ? കെന്നഡിയെ കൊന്നവൻ്റെ പേരെന്താന്നുള്ളത്? ഇന്ദിരാഗാന്ധിയെ കൊന്നവനാരാ? ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ? കാരണം നമുക്ക് കൊലപാതകയുടെ പേര് പ്രശ്നമല്ല, അത് ആരും പറഞ്ഞ് പ്രചരിപ്പിക്കാറില്ല. കൊലപാതകയുടെ പേര് കാരണം കൊല നടന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. കൊലപാതകയ്ക്ക് ഒരിക്കലും ഇത് കിട്ടരുത്, പോപ്പുലാരിറ്റി കിട്ടരുത്. അതുകൊണ്ട് എവിടെയും കൊലപാതകയെ പറ്റി നമ്മൾ പറയില്ല, കൊന്നു എന്നുള്ളത്. കാരണം അത് ശിക്ഷയോടുകൂടി കഴിഞ്ഞു. നേരെ മറിച്ച് ഗോഡ്സെയാണ് ആ കാര്യത്തിൽ ഭാഗ്യവാൻ. സംഘപരിവാറിൽ വിശ്വസിക്കാത്ത ഒരു ഹിന്ദുവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ പോലും നടക്കുന്നു. അപ്പോൾ ഈ ആശയത്തോട് ഒരുമിച്ച് യോജിച്ചു പോകാൻ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവ് അല്ലേ. സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ, ദൈവത്തിലേ വിശ്വസിക്കാത്തവൻ ഹിന്ദുവാ, പിന്നെയാണോ സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ ഹിന്ദു ആവാത്തത്? സംഘപരിവാർ ഒരു സംഘടനയല്ലേ, മതം വേറെയല്ലേ.